സംസ്ഥാനത്ത് പച്ചക്കറി വില വീണ്ടും കുതിക്കുന്നു. തക്കാളി കിലോയ്ക്ക് 120 രൂപയും മുരിങ്ങയ്ക്ക് 300 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുവിപണിയിൽ ഇടപെടുമെന്ന സർക്കാർ വാഗ്ദാനം ഇതുവരെയും ഫലം കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനി പച്ചക്കറി വിഭവങ്ങൾ ഒരുക്കുക അത്ര എളുപ്പമല്ല. കാരണം അതുപോലെയാണ് ഓരോന്നിന്റെയും വില. മുരിങ്ങാക്കായുടെ വില 300 കടന്നു. തക്കാളി 120 തികച്ചതിന്റെ ചുവപ്പിലാണ്. പയർ, വെണ്ട, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, പച്ചമുളക് എന്നിവയെല്ലാം ചില്ലറ വിപണിയിൽ 70-ലെത്തി. വിലക്കയറ്റത്തിന് കാരണമായി വ്യാപാരികൾ പറയുന്നത് ഇങ്ങനെ: മഴ പെയ്ത് കൃഷിയൊക്കെ നഷ്ടപ്പെട്ടുവല്ലോ, അതാണ് കാരണം. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇപ്പോൾ 1 കിലോ മേടിക്കുന്ന ആൾക്കാർ 1/2 കിലോ വെച്ച് വാങ്ങിക്കുന്നു. ഞങ്ങളിപ്പോൾ 2 ചാക്ക് എടുക്കുന്നത് 1 ചാക്കായി. ക്വാണ്ടിറ്റി കുറഞ്ഞു, സെയിൽ കുറഞ്ഞു. വില കൂടിയതോടെ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും വാങ്ങുന്നതിന്റെ അളവും കുറഞ്ഞു. പറയേണ്ടത് കണ്ടില്ലേ, തക്കാളിക്ക് 100 രൂപ, 30 രൂപ 20 രൂപ ഉണ്ടായ സാധനമാണ്. പച്ചമുളക് 120 രൂപ. നമ്മളൊന്നും ഒരിക്കലും ഇതുവരെ ഈ വിലക്ക് വാങ്ങിച്ചിട്ടില്ല. ഒരു ഗ്യാസ് മേടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. എങ്ങനെ ജീവിക്കും? തക്കാളിക്ക് നല്ല റേറ്റ് കൂടുതലായി ഇപ്പോൾ. അതുകൊണ്ട് വേണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങണമെന്ന്. പച്ചക്കറി വില നിയന്ത്രിക്കാൻ ഇടപെടുമെന്ന് മന്ത്രിമാരടക്കം നേരത്തെ ഉറപ്പു നൽകിയതാണ്. 2 ആഴ്ചയായിട്ടും വില കുറയാത്തത് ഇടപെടൽ ഫലം കാണുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഇടനിലക്കാരില്ലാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാർ നേരിട്ട് പച്ചക്കറി സംഭരിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് സർക്കാർ നീക്കം. തമിഴ്നാടടക്കമുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് ഇടത്തട്ടുകാരെ ഒഴിവാക്കി പച്ചക്കറി ഇറക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് കൂടുതലായി പച്ചക്കറികൾ കർഷക സംഘങ്ങളിൽ നിന്ന്, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളിൽ നിന്ന് പച്ചക്കറി എത്തിക്കാൻ കഴിയും. അയൽ സംസ്ഥാനങ്ങളിൽ പച്ചക്കറിക്ക് വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രതിസന്ധി ഹോർട്ടികോർപ്പിനും സർക്കാരിനും ഉണ്ടായിട്ടുണ്ട്. നഷ്ടം സഹിച്ചിട്ടായാലും ആ നേരത്തെ ഉണ്ടായിരുന്ന വിലയിൽ വർധന വരുത്തേണ്ടതില്ല എന്ന് ഹോർട്ടികോർപ്പിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രാദേശികമായി വിളയിച്ചെടുത്ത പച്ചക്കറികളും വിപണിയിൽ സുലഭമാക്കാനുള്ള ശ്രമവും സജീവം. ന്യൂസ് 18 കൊച്ചി. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധന പരിശോധിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയിട്ടില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശ്രമം തുടരുകയാണെന്നും മാർക്കറ്റിൽ നിന്നും സംഭരിച്ച് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആണ് വില കൂടിയതെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധന സംബന്ധിച്ച് പരിശോധിക്കും. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഓൺലൈനിൽ അവരുമായി സംസാരിക്കാൻ ഇതായതുകൊണ്ടാണ് ഉച്ചയ്ക്കാക്കിയത്. അത് സംസാരിക്കും, അത് പരിശോധിക്കും, ആവശ്യമായ ഇടപെടലുണ്ടാകും. ഇതെങ്ങനെ സംഭവിച്ചതാണ് ഇതിൻ്റെത്? അല്ല, സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ 80% വിൽപ്പനയും സബ്സിഡി ഉൽപ്പന്നങ്ങളാണ്. അതിലൊരു പൈസ വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെ വിലയ്ക്കനുസരിച്ച് ഇവർക്കും അത് മാറ്റേണ്ടി വരും. എന്നാൽ കേരളത്തിലെ 91 ലക്ഷം കാർഡ് ഉടമകൾക്കും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, മാവേലി മൊബൈൽ ഷോപ്പുകളിൽ, അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങാൻ അവസരമുണ്ട്. അത് നന്നായി വിൽപ്പന നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിലക്കയറ്റ സാധാരണ ആളുകളെ ബാധിക്കാതിരിക്കാൻ ഗൗരവമായി ഇടപെടുന്നതാണ്. നിലപാടിൽ ഉറച്ച് ഗവർണർ. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി നിലപാട് കൂടുതൽ കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവില്ലെന്ന ഉറപ്പ് ലഭിക്കാതെ തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നാണ് ഗവർണറുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ഗവർണറെ അണിനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ സജീവമാക്കി. ഗവർണറുടെ വിമർശനമുയർത്തി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസും BJPയും. സർവകലാശാലകളിലെ നിയമനങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ്. What is the resolution? Let Chief Minister take over as Chancellor. The Kerala government, Chief Minister, they have the power to amend the act. And I have already said, Assembly is not in session. You can bring an ordinance. I will sign it immediately. ആരെ വേണമെങ്കിലും നിയമിക്കട്ടെ, പക്ഷേ അതിന് തന്നെ മുൻനിർത്തി വേണ്ടെന്ന് ഗവർണർ. നിലപാട് മാറ്റണമെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവില്ലെന്ന ഉറപ്പ് ലഭിക്കണം. I am not going to resume my duties. I am saying I shall review my decision. I can review my decision only if foolproof guarantees are given that there will be no interference in the universe. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഗവർണറെ അനുനയിപ്പിക്കാൻ സർക്കാർ ശ്രമങ്ങൾ സജീവമാക്കി. കണ്ണൂർ VC നിയമനത്തിൽ പുനരാലോചന അടക്കം പരിഗണനയിലുണ്ട്. കാലടി VCയോട് ഗവർണർക്കെതിരായ നിയമ നടപടി അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുമെന്നും അഭ്യൂഹങ്ങൾ ശക്തമാണ്.
ഗവർണറെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 17-ന് ഗവർണർ കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം കൂടിക്കാഴ്ച നടത്തും. ഇതിനു മുമ്പായി സർക്കാർ വരുത്താൻ ഉദ്ദേശിക്കുന്ന തിരുത്തൽ നടപടികൾ ഗവർണറെ അറിയിക്കും. ഗവർണറുടെ വിമർശനം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എതിർചേരി. ചാൻസലർ പദവി മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? സാമാന്യ വിവേകമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഗവർണറുടെ പരിഹാസത്തിന് 1000 വെടിയുണ്ടയുടെ ശക്തിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഗവർണറുടെ നീക്കത്തിൽ രാഷ്ട്രീയം കാണുന്ന ഒരു വിഭാഗം ഭരണപക്ഷത്തുണ്ടെങ്കിലും ഗവർണറുമായി ഇപ്പോൾ ഏറ്റുമുട്ടലിന് സർക്കാർ തയ്യാറല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. 3 മണിക്ക് കണ്ണൂരിലാണ് വാർത്താ സമ്മേളനം. ഗവർണറുടെ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയേക്കും. ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ്. അതിലേക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ 50 ലക്ഷത്തോളം രൂപ പുതുതായി അധികമായി വിൽപ്പന നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 13 ഉൽപ്പന്നങ്ങളുടെ വിലയെ സംബന്ധിച്ച് മാർക്കറ്റ് വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനെല്ലാം തന്നെ മാർക്കറ്റ് വിലയേക്കാൾ 50% വില കുറച്ചാണ് സബ്സിഡി നിരക്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ കൊടുക്കുന്നത്. ചെറുപയർ മാർക്കറ്റിൽ 105 രൂപ 86 പൈസ ഉള്ളപ്പോൾ 74 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഉഴുന്ന് ബോൾ 120 രൂപ 93 പൈസ ഉള്ളപ്പോൾ 66 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വൻകടല 85 രൂപ 50 പൈസ ഉള്ളപ്പോൾ 43 രൂപയ്ക്കാണ് ഞങ്ങൾ നൽകുന്നത്. വൻപയർ 106 രൂപ 60 പൈസ മാർക്കറ്റിലുള്ളപ്പോൾ 45 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. തൂരപ്പരിപ്പ് 113 രൂപ 7 പൈസ ഉള്ളപ്പോൾ 65 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മുളക് 166 രൂപ 14 പൈസ ഉള്ളപ്പോൾ 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മല്ലി 111 രൂപ 79 പൈസ ഉള്ളപ്പോൾ 79 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പഞ്ചസാര 39 രൂപ 71 പൈസ ഉള്ളപ്പോൾ 22 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ 104 രൂപ 18 പൈസ അര ലിറ്ററിനുള്ളപ്പോൾ 46 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ജെ അരി 38 രൂപ ഉള്ളപ്പോൾ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുറുവ അരി 34 രൂപ 67 പൈസ ഉള്ളപ്പോൾ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മട്ട അരി 39 രൂപ 21 പൈസ ഉള്ളപ്പോൾ 24 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പച്ചരി 35 രൂപ ഉള്ളപ്പോൾ 23 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നല്ല ഇടപെടലിലൂടെ ന്യായവിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സപ്ലൈകോ ഈ സബ്സിഡി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 39 ഇനം അവശ്യ ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിപണിയേക്കാൾ വില കുറച്ച് ഫ്രീ സെയിൽ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ അളവിൽ ലഭ്യമാക്കി വരികയാണ്. എല്ലാ മാസവും ഫ്രീ സെയിൽ വിൽപ്പനയെ സംബന്ധിച്ച് പരിഷ്കരിക്കാറുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ഫ്രീ സെയിൽ വിൽപ്പനയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ഉൽപ്പന്നങ്ങൾക്ക് വില ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, ചിലത് കുറഞ്ഞിട്ടുണ്ട്. ഓരോ മാസത്തെയും കണക്കുകൾ മാധ്യമങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് വളരെ കൃത്യമായി 39 ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായിട്ട് 35 ഇനങ്ങളുടെ വിശദമായിട്ടുള്ള ഓരോ മാസത്തെയും വില 35 ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെറുപയർ 85 രൂപയാണ് ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം ചെറുപയർ 82 രൂപയ്ക്കാണ് കൊടുത്തത്. സെപ്റ്റംബർ മാസം 80 രൂപയ്ക്കാണ് കൊടുത്തത്. ഒക്ടോബർ മാസം 80 രൂപയ്ക്കാണ് കൊടുത്തത്. നവംബർ മാസം 82 രൂപയ്ക്കാണ് കൊടുത്തത്. ഡിസംബർ മാസം അതിന് 87 രൂപയായി. ഇവിടെയാണ് ഈ വില വർധനവിൻ്റെ വിഷയം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ചെറുപയർ 103 രൂപയ്ക്കാണ് ജൂലൈ മാസം കൊടുത്തത്. ഓഗസ്റ്റ് മാസം 96 രൂപയ്ക്കാണ്. സെപ്റ്റംബർ 96ആണ്. ഒക്ടോബർ 98 രൂപയ്ക്കാണ്. നവംബറിൽ അത് 96 രൂപയ്ക്കാണ്. ഡിസംബർ ആയപ്പോൾ അത് 98 രൂപയായി. ഉഴുന്ന് ബോൾ 106 രൂപയ്ക്കാണ് ജൂലൈ മാസം കൊടുത്തത്. ഓഗസ്റ്റ് മാസം 98 രൂപയ്ക്കാണ്. ഉഴുന്ന് ബോൾ ഇത് കംപ്ലീറ്റ് പ്രിന്റ് തന്നേക്കാം, നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഇത് വിശദീകരിക്കാൻ പറ്റും. ഉഴുന്ന് ബോൾ ജൂലൈ മാസം 106 രൂപയായിരുന്നു. ഓഗസ്റ്റ് മാസം 98ആയി. സെപ്റ്റംബർ മാസം 96ആയി. ഒക്ടോബറിലും 96ആയി നിലനിന്നു. നവംബറിൽ 102ആയി. ഡിസംബറിൽ അത് 102ആയി. വൻകടല
64 രൂപയായിരുന്നു ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം അത് 63ആയി. സെപ്റ്റംബറിലും 63ആയിരുന്നു. ഒക്ടോബറിലും 63ആയിരുന്നു. നവംബറിൽ അത് 65ആയി. ഡിസംബറിൽ 65ആയി. അപ്പം ഇങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ഓരോ മാസവും ഞങ്ങൾ അതിൻ്റെ വില ടെൻഡർ നടപടികൾക്കനുസരിച്ച് ആ വിലയ്ക്ക് കുറച്ചും ചിലത് ചെറിയ വ്യത്യാസം വരുത്തിയും കൊടുക്കുന്ന ഒരു രീതിയാണ് സപ്ലൈകോ നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിൽ 35 ഇന ഉൽപ്പന്നങ്ങളിൽ 13 ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൈസയും ഈ മാസം വർദ്ധിച്ചിട്ടില്ല. 13 ഉൽപ്പന്നങ്ങൾ ചെറുപയർ, ഞാൻ പറഞ്ഞേക്കാം ഓരോന്നിട്ട് പറഞ്ഞു. ചെറുപയർ 87 രൂപയാണ്. പഴയ വിലയും പുതുക്കി ഇപ്പോഴുള്ള വിലയും 87 തന്നെയാണ്. ഉഴുന്ന് ബോൾ 102 രൂപയാണ് വില, 102 തന്നെയാണ്. വൻകടല 65 രൂപയാണ്, 65 രൂപ തന്നെയാണ്. തൂരപ്പരിപ്പ് 100 രൂപയാണ്, 100 രൂപ തന്നെയാണ്. വെളിച്ചെണ്ണ 1 ലിറ്ററിന് 93 ആണ്, 93 തന്നെയാണ്. പച്ചരി 25 രൂപ, 25 തന്നെയാണ്. ഉലുവ 100 രൂപ, 100 രൂപ തന്നെയാണ്. ഗ്രീൻ പീസ് 144, 144 തന്നെയാണ്. വെള്ളക്കടല 96, 98, 98 തന്നെയാണ്. പച്ചരി സോർട്ടക്സ് 25, 25 തന്നെയാണ്. മട്ടയരി 34, 34 തന്നെയാണ്. ബിരിയാണി അരി 40, 40 തന്നെയാണ്. മസൂർ ദാൽ 112, 112 തന്നെയാണ്. എന്നാൽ വില ചില ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചെന്ന് മാധ്യമങ്ങൾ വരികയുണ്ടായി. ഇന്നലെ വില വർദ്ധിപ്പിച്ചതാണ്. അതിൽ ഗവൺമെൻറ് വളരെ അടിയന്തരമായിട്ട് ഇടപെട്ടത് ആ വിഷയത്തിലാണ്. വൻപയറിൻ്റെ വില 98ആയി വർദ്ധിപ്പിക്കുകയുണ്ടായി. അത് ഇടപെടലിലൂടെ 4 രൂപ കുറച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇടപെടൽ ഇന്നലെ അവർ പ്രഖ്യാപിച്ച വിപണിയിലെ വില വൻപയറിന് 98 രൂപ എന്നുള്ളത് ഇന്ന് ഗവൺമെൻറ് ഇടപെടലിലൂടെ 94ആയി. 4 രൂപ കുറച്ച് 94ആയി. മുളക് 134ആയിരുന്നു വില അവർ പ്രഖ്യാപിച്ചത്. അത് 8 രൂപ കുറച്ച് 126ആയി. നാളെ മുതൽ വിതരണം ചെയ്യും. 126ആയി. മുളക് മല്ലി 110ആയിരുന്നു, അത് 106ആയി. 4 രൂപ കുറച്ച് 106ആയി. മുളക് 134ആണ് അവർ ഇന്നലെ പ്രഖ്യാപിച്ച ഡീറ്റെയിൽസ് പുറത്ത് വന്നല്ലോ പത്രങ്ങളിലെല്ലാം. അത് ഞങ്ങളുടെ ഇടപെടലിലൂടെ 8 രൂപ കുറച്ച് 126ആയി. ഇത് ഞാൻ അതിൻ്റെ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. കാരണം കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ ടെൻഡർ നടപടിയിൽ സംഭരിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ വിലയും ഈ മാസത്തെ ടെൻഡറിൽ വന്ന വില വ്യത്യാസവും, ആ വില വ്യത്യാസത്തിലാണ് ഈ വർധനവ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ആ വില വർധന നടപ്പാക്കണ്ട എന്ന് 12 ഉൽപ്പന്നങ്ങളിൽ ആ നിലയിൽ നടപ്പാക്കണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കുറവാണ് ഞാൻ വിശദീകരിക്കുന്നത്. പഞ്ചസാര 39 രൂപയായിരുന്നു, അത് 50 പൈസ കുറച്ചു വരുത്തി 38 രൂപ 50 പൈസയായിട്ട് കൊടുത്തു. ജയ അരി 34 രൂപ 50 പൈസ എന്നുള്ളത് 50 പൈസ കുറച്ച് 34ആയിട്ട് കൊടുത്തു. കുറുവ അരി 32 രൂപ 50 പൈസ എന്നുള്ളത് 50 പൈസ കുറച്ച് 32 രൂപയ്ക്ക് കൊടുത്തു. മട്ട അരി 31 രൂപ എന്നുള്ളത് 30 രൂപ 50 പൈസയായി 50 പൈസ കുറച്ച് കൊടുക്കും. ജീരകം 210 എന്നുള്ളത് 14 രൂപ കുറച്ച് 196 രൂപയ്ക്ക്, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അതേ വിലയ്ക്ക് വീണ്ടും കൊടുക്കും. 210 രൂപ എന്നുള്ളത് 196 രൂപയ്ക്ക് കൊടുക്കും. 14 രൂപ കുറയും. കടുകിന് 110 എന്നുള്ളത് 4 രൂപ കുറച്ച് 106 രൂപയ്ക്ക് കൊടുക്കും. 4 രൂപ. പീസ് പരിപ്പ് 82 രൂപ എന്നുള്ളത് 4 രൂപ കുറച്ച് 78 രൂപയ്ക്ക് കൊടുക്കും. പിരിയൻ മുളക് 174 രൂപ എന്നുള്ളത് 9 രൂപ കുറച്ച് 165 രൂപയ്ക്ക് കൊടുക്കും. ചെറുപയർ പരിപ്പ് 116 രൂപ എന്നുള്ള വില 10 രൂപ കുറച്ച് 106 രൂപയ്ക്ക് കൊടുക്കും. 10 രൂപ കുറച്ച് 106 രൂപയ്ക്ക്. വെളിച്ചെണ്ണ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, വൻകടല, പച്ചരി എന്നിവയ്ക്ക് വില വർധനവ് നടപ്പാക്കിയിട്ടേയില്ല. വെളിച്ചെണ്ണ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, വൻകടല, പച്ചരി എന്നിവയ്ക്ക് വില വർധനവ് നടപ്പാക്കിയിട്ടേയില്ല ഇന്നലെ.
എന്നാൽ ആ വർധനവ് വന്നതിൽ തന്നെ ജീരകം, കടുക്, മല്ലി ഇതിന്റെ വിലയിലും വർധനവ് വരുന്നില്ല. ഇതിലൂടെ 39 രൂപയായിരുന്നു 38.50 പൈസ. പഞ്ചസാര, സുരേഖ അരി എന്നിവയ്ക്ക് 50 പൈസ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. മല്ലി 110 രൂപയായിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ച വില. അത് 4 രൂപ കുറച്ച് 106 മുൻ വിലയ്ക്ക് നിലനിർത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വില ഞാൻ ഈ പറഞ്ഞില്ലേ. വെളിച്ചെണ്ണ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, വൻകടല, പച്ചരി എന്നിവയ്ക്ക് വില വർധന ഉണ്ടായിട്ടില്ല. ഇന്നലെ പ്രഖ്യാപിച്ചതിൽ ഉണ്ടായിട്ടില്ല. വാർത്ത വന്നത് അല്ല ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നത്തെ ഇടപെടൽ കൂടെ വന്നപ്പോൾ ജീരകം, കടുക്, മല്ലി എന്നിവയ്ക്കും വില വർധന ഉണ്ടാകുന്നില്ല. വെളിച്ചെണ്ണ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, വൻകടല, പച്ചരി എന്നിവയ്ക്ക് ഇന്നലെ സപ്ലൈകോ പ്രഖ്യാപിച്ചതിൽ വില വർധനവില്ല. നിലവിലുള്ള വില തന്നെയാണ്. ഇന്ന് ഗവൺമെന്റ് ഇടപെടലിലൂടെ മല്ലി, ജീരകം, കടുക് ഈ 3 ഉൽപ്പന്നങ്ങളുടെ വിലയും പഴയ നിലയിലേക്കാകുകയാണ്. ഭക്ഷ്യമന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം. ഭക്ഷ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഈ നടപടി അതിനെ പരിശോധിക്കാം. കാരണം ഇത് മുളകിനെ സംബന്ധിച്ച് 134 വർദ്ധിപ്പിച്ചത് ഇന്നത്തെ ഇടപെടലിലൂടെ 126 കുറച്ചു കൊടുക്കുകയാണ്. 134 ഇന്നലെ പ്രഖ്യാപിച്ചത് 126 കുറയ്ക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. മാർക്കറ്റ് വില വല്ലാതെ കൂടുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ 91 ലക്ഷം കാർഡുടമകൾക്കും സബ്സിഡിയായി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അതിൽ വില മാറ്റം വന്നിട്ടില്ല, വില വർദ്ധിച്ചിട്ടില്ല. എന്നാൽ കുറച്ച് പ്രീമിയം ഐറ്റം അടക്കമുള്ള മറ്റു ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് വിലമാറ്റം വന്നതിൽ ഇന്ന് ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞല്ലോ, തെറ്റുണ്ടെന്ന് തോന്നുന്നു. അതായത് എപ്പോഴും പറയുന്നത് 6 കൊല്ലമായി വില കൂട്ടിയിട്ടില്ല. അതെ, അത് ഈ പറയുന്നത് ഈ 13 അവശ്യ സാധനത്തിനാണ്. അതെ, നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി കുടുംബം എന്ന് പറഞ്ഞാൽ 4 അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു 5 അംഗങ്ങളാണ് കേരളത്തിലെ ശരാശരി കുടുംബങ്ങൾ. ഈ 13 ഇന സാധനങ്ങൾ ഒരു മാസം ഉപയോഗിക്കാൻ പറ്റുന്ന അളവിൽ സപ്ലൈകോക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഇപ്പൊ ചെറുപയറായാലും കടലയായാലും വെളിച്ചെണ്ണയായാലും 1/2 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ട്. ഭക്ഷ്യമന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 13 ഉൽപ്പന്നങ്ങൾക്ക് വർഷങ്ങളായി വില കൂടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് നടപടികളും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. സഞ്ജീവനി ടെലിത്തോണിന് തുടക്കം. രാജ്യത്തിന് വാക്സിനേഷൻ സന്ദേശം പകർന്ന് നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിന്റെ ഭാഗമായുള്ള ടെലിത്തോൺ മുംബൈയിൽ തുടരുകയാണ്. രാജ്യത്തെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വാക്സിനേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയും ക്യാമ്പുകൾ നടത്തിയുമായിരുന്നു സഞ്ജീവനി ക്യാമ്പയിൻ. न्यूज़ 18 नेटवर्क के माध्यम से जनता को क्या मैसेज देना चाहेंगे, क्या हम और कर सकते हैं वैक्सीनेशन अवेयरनेस के लिए? मैं सबसे पहले तो कहूंगा कि कोविड-19 प्रोटोकॉल जो है उसको मानिए, मास्क पहन के रखिए, 2 गज की दूरी करिए, हाथों को निरंतर साफ करते रहिए और जिन्होंने अब तक भी वैक्सीन नहीं लगवाई सबसे पहले जाकर वैक्सीन लगवाइए। पहली लगवा ली तो दूसरा डोज भी लगवाइए। आप सुरक्षित होंगे, आपका परिवार, समाज और देश सुरक्षित होगा। ये आपका योगदान होगा। योगदान मैं इसलिए कहता हूं, आजादी दिलाने के लिए बहुत लोगों ने बलिदान दिया है, आपको तो देश बचाने के लिए योगदान देना है। योगदान अपना टीका लगवाइए, मुफ्त में लगवाइए। और CNN न्यूज़ 18 को मैं यही कहना चाहता हूं कि आपने
जो समाज के हित में कार्यक्रम किया है, जागरूकता फैलाई है, ऐसे ही अलग अलग विषयों को लेकर भविष्य में भी करते रहे। हम भी साथ में जुड़ेंगे समाज को जागरूक करने को, देश को बचाने को और आगे बढ़ाने को। धन्यवाद। अनुराग जी, बहुत बहुत धन्यवाद समय निकालकर हमसे बात करने के लिए। आज आप फिर हिमाचल में हैं, ऐसे हमें खबर आई है और आपने समय निकालकर हमसे बात की। बहुत बहुत धन्यवाद। और आपका मैसेज बहुत ही कारगर सिद्ध हुआ कि देश के लिए लोग बलिदान दे रहे हैं, आप योगदान दीजिए। अब जरा नीरज चोपड़ा से भी बात करते हैं। नीरज, एक बात बताइए, संजीवनी इस मंच पर जिसका आप अभी हिस्सा हैं, एक वैक्सीनेशन ड्राइव है, वैक्सीनेशन पर फोकस्ड है, तो मैं आपकी वैक्सीनेशन जर्नी जानना चाहूंगा। मुझे पता है आपको इंजुरी थी, ओलंपिक्स टल गया 1 साल बाद, तो पहला वैक्सीनेशन कब हुआ और फिर उसके बाद जाने से पहले दूसरा वैक्सीनेशन लगवाना था, कुछ फाइट वाइट मारनी पड़ी? हमारा पहला वैक्सीनेशन पटियाला में हुआ था और वो हमारे साइड ने और फेडरेशन इन्होंने मिलकर करवाया था सभी एथलीट्स को। और जब सेकंड वैक्सीन लगना था तो हम यहाँ पे नहीं थे, मतलब मैं और मेरी टीम, जो मेरा कोच है और फिजियो, हम स्वीडन में थे। तो वहाँ पे उधर बात करनी पड़ी थी, मतलब इजी नहीं था लगवाना, लेकिन उधर बात करके फिर वहाँ पे हमने वैक्सीन करवा लिया था। क्योंकि जब हम टोक्यो में जा रहे थे तो यहाँ पे सभी ने बोल दिया था, स्पोर्ट्स मिनिस्टर ने भी और सभी एथलीट्स भी उसके लिए सहमत थे कि हम टोक्यो जाने से पहले अपने फुली वैक्सीनेटेड हो जाएं। तो फिर थोड़ी सी दिक्कत तो आई थी, पर दोनों वैक्सीन हमने लगवा ली थी। दिक्कत आई, पर अच्छा हुआ आपने दोनों वैक्सीन लगा ली। आपका तो बहुत बड़ा परिवार है, गांव में रहता है, तो आपके परिवार में बुजुर्ग भी हैं, तो क्या वैक्सीन को लेकर बुजुर्गों में थोड़ी सी हेजिटेंसी थी? और फिर उनको आपने क्या कहा और कैसे कन्विंस किया? बिल्कुल, काफी स्टार्टिंग में तो सभी लोग ऐसे बोल रहे थे और गांव में थोड़ा सा लोग थोड़ा सा डर जाते हैं ऐसे, क्योंकि बीच में अगर देखें तो हरियाणा के गांव में भी जो छोटे छोटे गांव थे उनमें काफी केसेस आ रहे थे और कुछ तो घबराहट थी इंजेक्शन लगवाने के बाद। तो थोड़ा सा उनको रहता था कि यार कैसा है, कैसा रहेगा। बाकी लोग भी बोल देते थे कि ये वैक्सीन है, पता नहीं क्या है, कैसी रहेगी, तो थोड़ा सा वो डरे रहते थे। लेकिन अभी मुझे लगता है कि काफी सुधार हो गया, अभी लोग लगवा भी रहे हैं और पहले से ज्यादा जो है अच्छा अभी उनको लग रहा है। बिल्कुल अच्छा है, बहुत अच्छा लगा सुनकर कि आपके परिवार में सबने टीका लगाया है और फिर एक वैक्सीन हेजिटेंसी नहीं है, अवेयरनेस है, ईगरनेस है। पर मैं अब आपसे जानना चाहूंगा नीरज, पिछले 3-4 साल आपके लिए कैसे रहे? इस जर्नी को आप कैसे देखते हैं? आपके पास गोल्ड आया और उसके बाद आपका सेलिब्रिटी स्टेटस बन गया, खासकर पिछले 3-4 महीने में तो आप इतने व्यस्त रहे होंगे, तो सबसे बड़ा हाईलाइट क्या रहा? गोल्ड तो रहा ही, पर उसके अलावा काफी मतलब अच्छा लगता है देख के हो कि उस टाइम तो एक सपना देख रहा था मैं ओलंपिक में खेलने का या मेडल जीतने का, और अभी वो गोल्ड के साथ पूरा हो चुका है। तो काफी अच्छा लगता है वो पिछला जो है स्टोरी, मतलब पिछली सोच के कि भाई मैंने इतने अच्छे से, मैं उस टाइम पे फोकस्ड था और इतने अच्छे से मेहनत कर रहा था, टीम मेरे साथ अच्छे से मेहनत करवा रही थी। तो काफी अच्छा लगता है वो सोच के कि जो जिसके लिए हमने सोचा था और जिसके लिए हम मेहनत कर रहे थे वो पूरा कर पाए। नहीं बस, और हमारी तो बस प्रार्थना यही है कि आप और भी ऊंचाइयों को छुएं, देश के लिए और भी गोल्ड लेकर आए। लेकिन जाते जाते नीरज, मैं आपसे एक आखिरी सवाल करता हूं कि कोविड और वैक्सीनेशन को लेकर आप दर्शकों से कुछ कहना चाहेंगे? क्योंकि कोविड अभी खत्म नहीं हुआ, ये ओमिक्रॉन वाला वेरिएंट हमारे सर पर मंडरा रहा है और वैक्सीनेशन की जर्नी भी अभी काफी लंबी है। बिल्कुल, मैं सभी को यही बोलना चाहूंगा कि आप दोनों वैक्सीन जल्दी लगवा लें और दोबारा से हमारे देश में कोविड फैल रहा है और कोशिश करें कि हम इसको जल्दी से भगा सकें और सभी सुरक्षित रहें, सभी खुश रहें अपनी फैमिली के साथ और दोबारा फिर हम नॉर्मल लाइफ जी सकें। जी नीरज, बहुत बहुत धन्यवाद। अब आप दक्षिण अफ्रीका जा रहे हैं आगे की ट्रेनिंग के लिए, आपको बहुत बहुत साधुवाद, गुड लक टू यू, थैंक यू वेरी वेरी मच, बहुत बहुत धन्यवाद। All right, now we have a very, very special guest who's joining us. She's become the face of the WHO for all of us here in India. She's the chief scientist of the World Health Organization, Dr. Soumya Swaminathan. Thank you so much for speaking with us here on Sanjeevni. One question that's top of mind that a lot of people are asking is this. With the emergence of this Omicron variant, are the current crop of WHO-approved vaccines, whether it's Pfizer, AstraZeneca, so on and so forth, are they effective against Omicron? Or should we now look at a new set of vaccines or tweaking the current set of vaccines to be effective against Omicron? Where do you weigh in on that? This is a very important question, but an area which is evolving from day to day. So at this point, what we know and we've seen is that
with the Pfizer and the AstraZeneca vaccine, there is some data that's come out of the UK to show that even people who've had 2 doses of these vaccines are not able to prevent infection. Now, I'm talking about infection with Omicron, not severe disease. So these were all mild infections. And that those who received a 3rd dose or a booster dose, the efficacy went from about 35% up to 75% after the 3rd dose. Again, very small numbers, preliminary data, but indicating that even fully vaccinated people could get this infection. Now, these kind of studies are needed for all the vaccines. We do not have data. As I mentioned, only Pfizer and AstraZeneca vaccines, which is, of course, the Covishield in India is the AstraZeneca vaccine. There is data, and that data is a little bit worrying, actually, for the Covishield. But we need to really start looking at that data very closely in India. About whether we will need new vaccines, this is why we've set up a committee called the TAG COVAC. They're looking at vaccine composition. Just as we have a committee that looks at influenza vaccine composition every year and recommends to the manufacturers which strains of influenza flu should be included, this committee is now developing the criteria for when there would need to be a shift in vaccine composition. Meanwhile, many of the vaccine developers are already working on a generation for Omicron. They had tried with Beta, they had tried with Delta, so they've got some experience. Some of the platforms, I think, it'll be easier for them to shift quickly. The mRNA vaccine makers are saying within 90 to 100 days, they could have an Omicron-specific vaccine on the market. Are we going to need it? That's the question. And I think the answer can only come when we know whether this variant is causing severe disease in people who are vaccinated. As long as our current vaccines are protecting, 80-90% of people from getting severely ill, I think we should be quite satisfied with the current vaccines. But I think we have to go on both tracks. We have to work on the development of the new vaccines while at the same time monitoring very closely and generating the data. And for India, I think it's important to generate data on both Covishield and Covaxin. Just in terms of India's vaccine journey so far, it's already vaccinated fully about half of its adult population. 130 crore first doses have been given. The challenge is threefold. There is a substantial number of people who haven't taken their 2nd dose. So do you dose them first? Or do you give booster doses like many Western countries are giving to the elderly, to the healthcare workers, immunocompromised, because many of them took it in the early part of the year? Or here in India, we have a peculiar issue which we haven't dealt with yet, and that is the under 18s. Almost 40% of our population are under 18s, and we haven't begun the process of vaccinating them. So this threefold challenge, if you're a policymaker here in India, which one would you deal with first? So if we step back and think, okay, what are we aiming the vaccines to do? What do we really want the vaccines to do? First of all, we want to stop people from dying of this infection, right? That's our number one goal, both in the country and globally. And we know very well that the current lot of vaccines are doing that. In fact, data from country after country has shown that the people who are in the ICUs now, the people who are dying, the vast majority are unvaccinated. So that's telling us that the priority should be get everyone vaccinated, and starting with the highest risk people. That is the older age groups, people above the age of 45, and anybody younger who has underlying morbidities, underlying illnesses, underlying risk factors. This includes adolescents. These are the people who should be receiving their full course of vaccine. Once you've done that, then one can think about additional doses for the vulnerable. The WHO has already said that for immunosuppressed people, for people whose immune system is some drugs or due to underlying diseases, that they should be given a 3rd dose. And also people who've received inactivated vaccines, in this case, specifically Sinovac and Sinopharm, their effectiveness starts waning in people over 60. So we've recommended that all those who've received either of those vaccines should get an additional dose if they're over the age of 60 years. Now, Covaxin is also an inactivated vaccine, but it's a little different from those two because it has a different adjuvant.
And so we need to collect that data to see how well it's doing. All right. And finally, ma'am, we here at Network 18, we've been running a vaccine awareness campaign, Sanjeevni, A Shot of Life, because as you are well aware, there is vaccine hesitancy here in India. How important do you think the role of the media, private sector-led initiatives, civil society, etc., not just for removing vaccine hesitancy, but also for last mile reach, last mile connectivity, as it were? So this is going to be critical because, in many countries you see that the vaccine rates go sharply up and then they start plateauing at 60 to 70 percentage points. And this has happened across Europe and also North America. So luckily in India, I think the vaccine hesitancy is less, but it may exist. It's very local context specific. And I have seen examples in India from different states of collectors and district magistrates who have taken the initiative and who have really gone into the community and had meetings with the community, with the elders in particular, and particularly with those people who are either opposing it or who are hesitant, or there's some misinformation that's spreading in that area. So this needs to be addressed at a local level. I would say to some extent, sort of media can play a very big role, but ultimately people are influenced by their peers and their people they have trust in their own communities. And so that's where you need the action. I think camps are very useful, and the camps should be accompanied by counselors or social workers who really understand how to talk to people, allay their fears, answer their questions. Well, thank you. Thank you so much, Dr. Swaminathan, for speaking with us and also sharing your thoughts here on this platform through the course of this telethon. Sanjeevni, A Shot of Life, coming to you here with our partners Federal Bank and Apollo 24/7 and United Way Mumbai here on the News 18 network. We're going to take a short break, chota sa lenge break, but we leave you now with this mesmerizing performance by Shruti Pathak, a filmfare. पास है खुदा, तू न जाने आस 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 पास है खुदा। रंगी परोड़ आई खुशियों संग लाई, हर खाए हयू हाय हाय। रंगी परोड़ आई खुशियों संग लाई, हर खाए हयू हाय हाय। आशानी किरणों बिखराए उमंगे भी छलकाए, मन हड़वे थी गुनगुनाए हाय 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 हाय। हे शुभारंभ हो शुभारंभ मंगल बेला आई, सपनों की डहरी पे दिल की बाजी रे शहनाई शहनाई शहनाई। हे शुभारंभ हो शुभारंभ मंगल बेला आई, सपनों की डहरी पे दिल की बाजी रे शहनाई शहनाई शहनाई। ख्वाबों के बीच कच्ची जमीन पे हमको बोना है, आशा के मोती सांसों की माला हमें पिरोना है, अपना बोझ मिल के साथ ही हमको ढोना है शहनाई शहनाई शहनाई। रास रचिल्यो साज सजिल्यो शुभ घड़ी छे आई, आछा आछा टमटमाता शमणाओ जलाई लाई ओ लाई।
अपनी बनेगी। ख्वाबों के बीज कच्ची जमीन पे हमको बोना है, आशा के मोती सांसों की माला हमें पिरोना है, अपना बोझ मिल के साथ ही हमको ढोना है। शहनाई शहनाई शहनाई। शुभारम हो शुभारम मंगल बेला आई, सपनों की टहरी पे दिल की बाजी रे शहनाई। राज रचिलो साज सजिलो शुभ घड़ी छे आई, आछा आछा टमटमाता शमणाओ छे लाई ओ लाई ओ लाई। Group President and CFO of Federal Bank. Federal Bank are those who just said, let's go ahead and do it. It's a CSR initiative, this Sanjeevani. But Mr. Venkatraman, thank you very much for partnering with us, supporting us here at Network 18. But Sanjeevani was a people-centric effort, a campaign that started right in the middle of the second wave. The reason why such a large impact was possible, because suddenly people realized that we need to get the vaccine. Yeah, good afternoon, Anand and Zakat. Thank you for giving me this opportunity. I think if we step back and look at just the sheer scale and the journey over the last 8 months, we started with initially hesitancy, myths, and then vaccine availability, vaccine accessibility. I think over the 8 months, we have overcome all of that. And today, when we see the numbers like 132.8 crores of our eligible people have been vaccinated and over 54% of double vaccinated, it just goes to show the what we can achieve if it's done collectively as a team. It's not one or two groups of people coming together. It's an effort of organizations, ground level workers, which was mentioned earlier as well, the community heads, the Gram Panchayat or district health officers, and the NGOs. So it's, in my view, it's a collective effort, and the results are there for everyone to see. Mr. Venkatraman, vaccinations should hopefully lead to a modicum of, a return to normalcy, economic revival, etc. So you run one of the largest banks in the country. Is India getting its economic mojo back, or do you think it's going to take a little while longer given this new threat in the form of Omicron? Yeah, I think if you look at it over the last couple of quarters, we had started seeing good build-up and recovery coming back from Q2 and then from the festival season. All signs of recovery in place. I would say there's just a little bit of uncertainty which has crept in now because of the new variant, Omicron. And I think it's at this stage, it's equally important for all of us to be aware of the CAB, the COVID appropriate behavior, and making sure that we do our part. And if, based on initial reports, if it's not as fatal as the earlier variant, I think we will well be on the path to normalizing and getting back to growth in the next, in 2022. But a lot dwells on each one of us to be aware, vaccination, social distancing, masks, and all the required things. And I'm sure India will be back on its mojo. Very well said, Mr. Venkateshwaran. Thank you very, very much. One, for partnering with us and also for joining us here on the telethon. Mask lagao aur pura tika bhi lagao. We got a very special message now. Oh, absolutely. In fact,
We're going to hear from the Chief Minister of one of the largest states in the country, and it has done remarkably well for its size, for its population, both in the second wave as well as now in terms of vaccination for a majority of adults. We're going to get a special message now from Mr. Basavaraj Bommai, the Chief Minister of Karnataka. I've been close follower of News 18 Sanjeevani vehicle. It has travelled all over the India and even in a lot of parts of Karnataka. And the early stages when vaccination was misunderstood and there was a campaign against it by opposition parties. It was Sanjeevani vehicle which travelled across the state and brought people for vaccination, and it has played a very, very vital role in driving the vaccination, and all the governments are thankful to Sanjeevani and News 18. All right, thank you very much to Mr. Basavaraj Bommai. Finally, let's now take a quick look at how Team Sanjeevani made a difference in Dakshin Kannada in Karnataka. It's over to my colleague Kishan Shetty. Yes, good afternoon. We are in Putturu Taluku, Tingaladi village. It's a very small village of Putturu Taluku, Dakshin Kannada. We have such a wonderful job in NGOs because Dakshin Kannada district is geographically very critical area because end to end of the village, our vehicle, Sanjeevani vehicle reached villages, and especially beneficiaries very helpful to us. First of all, we have so many guests to hear, local resident and student of the Putturu Vivekananda College. First up, our NSS students doing a street play by awareness of coronavirus. Let's street play begin. Yes. Yeah, street play. Yes, ma'am. ಭಾರತದಲ್ಲಿ ಮೊದಲ ಕೋವಿಡ್-19 ಪ್ರಕರಣಗಳು 30 ಜನವರಿ 2020 ಕೇರಳದ 3 ಪ್ರಕರಣದಲ್ಲಿ ವರದಿಯಾಗಿದೆ. ಇದರಲ್ಲಿ 3 ಭಾರತೀಯ ವಿದ್ಯಾರ್ಥಿಗಳು ಸಾಂಕ್ರಾಮಿಕದ ಕೇಂದ್ರ ಬಿಂದುವಾದ ವ್ಯೂಹಾನ್ನಿಂದ ಹಿಂತಿರುಗಿದ್ದಾರೆ. ಮಾರ್ಚ್ 23ರಂದು ಕೇರಳದಲ್ಲಿ ಮತ್ತು ಮಾರ್ಚ್ 25ರಂದು ದೇಶದ ಉಳಿದ ಭಾಗಗಳಲ್ಲಿ ಲಾಕ್ಡೌನ್ಗಳನ್ನು ಘೋಷಿಸಲಾಯಿತು. ಜೂನ್ 10ರಂದು ಭಾರತದ ಚೇತರಿಕೆಯು ಮೊದಲ ಬಾರಿಗೆ ಸಕ್ರಿಯ ಪ್ರಕರಣಗಳನ್ನು ಮೀರಿದೆ. ಹೊಸ ಮತ್ತು ಸಕ್ರಿಯ ಪ್ರಕರಣಗಳ ಸಂಖ್ಯೆಯೊಂದಿಗೆ ಸೋಂಕಿನ ಪ್ರಮಾಣವು ಸೆಪ್ಟೆಂಬರ್ನಲ್ಲಿ ಕಡಿಮೆಯಾಗಲು ಪ್ರಾರಂಭಿಸಿತು. ಪ್ರತಿದಿನ 90,000 ಪ್ರಕರಣಗಳು ವರದಿಯಾಗುವುದರೊಂದಿಗೆ ಸೆಪ್ಟೆಂಬರ್ ಮಧ್ಯದಲ್ಲಿ ದೈನಂದಿನ ಪ್ರಕರಣಗಳು ಗರಿಷ್ಠ ಮಟ್ಟವನ್ನು ತಲುಪಿದವು. ಜನವರಿ 2021ರಲ್ಲಿ 15,000ಕ್ಕಿಂತ ಕಡಿಮೆಯಾಗಿದೆ. ಮಾರ್ಚ್ 2021ರಲ್ಲಿ ಪ್ರಾರಂಭವಾದ ಎರಡನೇ ಅಲೆಯು ಮೊದಲನೆಯದಕ್ಕಿಂತ ಹೆಚ್ಚು ವಿನಾಶಕಾರಿಯಾಗಿದೆ. ದೇಶದ ವಿವಿಧ ಭಾಗಗಳಲ್ಲಿ ಲಸಿಕೆಗಳು, ಆಸ್ಪತ್ರೆಯ ಹಾಸಿಗೆಗಳು, ಆಮ್ಲಜನಕ ಸಿಲಿಂಡರ್ಗಳು ಮತ್ತು ಇತರ ವೈದ್ಯಕೀಯ ಸರಬರಾಜುಗಳ ಕೊರತೆ ಇದೆ. April 2021. I think it's a chronology of how COVID actually started spreading and the growth of COVID-19 and then the control that's happened. And there is a street play that's being planned in that small little village in Dakshina Kannada. We'll try and cut to those visuals live, but in the same time and in the same vein, let us also please now welcome Mahantesh Kivadasannavar. He's the founder of the Samarthanam Trust. Mahantesh's team has worked extensively towards eradicating vaccine hesitancy in Dakshina Kannada. Mahantesh, please come. Yeah. Namaskara, Mahantesh ji. Namaste ji. Thank you for all the work that's been done on ground. But if you can tell our viewers, how difficult was it? Yeah, so you all know the Dakshina Kannada, and when we were asked by United Way Mumbai and Federal Bank and TV18, we felt it was a golden opportunity to be a part of this wonderful war which we all are waging. So I would like to first acknowledge and thank all the 3 partners for having Samarthanam as an implementing partner. And it had its own many challenges because, you know, Dakshin Kannada is a coastal line and Western Ghats, and it's a border to Kerala where COVID was rampant, and convincing people, recruiting people to work, because we were exactly in the middle of
the harsh second wave. So Samartham decided, as a responsible organization, two of my team members, Mr. Dheeraj, who is with me, and Shika, who is on ground, I asked them to, would you like to lead this? This is an opportunity. Within 2 days, we would constitute a team. They both were deployed there, and they formed a team, and we were on immediately, Narasimhanji. No, it's heartening. टीका लगा, ओ जरा टीका लगा, ओ जरा टीका 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 टीका